ഇതെന്താ മാഷേ സെയിൽസ് ഒക്കെ നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങിയോ? ആരാത്? അല്ല ഈ വഴിക്ക് എന്താ? ഒന്നുമില്ല, എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ വരുമ്പോ ദൂരം തന്നെ മനസ്സിലായി. അല്ല, ഇവിടത്തെ പരിപാടി? ഇവിടെ അങ്ങോട്ട് ഒരു 50 പറഞ്ഞ കൃഷി നമ്മുടെയാ, മുത്തശ്ശന്മാരെ കാലം തൊട്ടുള്ളതാ. അപ്പൊ ഇന്നും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് പാടത്തൊക്കെ ഇറങ്ങി നടക്കണം, എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവും. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും അവിടെ പണിയില്ല. ആഹാ, അടിപൊളിയാണല്ലോ. എനിക്ക് കൃഷിയും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ല, അന്ന് വീട്ടിൽ വന്നതിന് ശേഷേ വേറെ പെണ്ണുകാണൊക്കെ പോയോ? ഓ, അത് എല്ലാ ആഴ്ചയും പോകാറുണ്ട്, ഒരു മുടക്കമില്ല. വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിയുമ്പോ പെൺകുട്ടികൾ ഞാൻ പറയും, സ്വാഭാവികം. എന്നാലും വല്ലാത്തൊരു സിസ്റ്റം തന്നെ അല്ലേ? ഈ നല്ല ചെക്കന്മാർക്കൊന്നും പെണ്ണിട്ടാണ് അങ്ങനെ നടക്കണോ? സ്വർണ്ണവും സ്ത്രീധനൊക്കെ ചോദിച്ചു വരുന്നവർക്ക് വാരിക്കൂരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം ഈ പെൺകുട്ടികളെ ഭർത്താവിന്റെ വീട്ടിൽ സൂസൈഡും ഡിവോഴ്സൊക്കെ ആയിട്ട്. എന്താണ് ഇപ്പൊ ഇങ്ങനെ? അല്ല, അന്നത്തെ ഡോക്ടർ എന്തായി, ശരിയായോ? ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്കൊന്നും ഞാൻ തന്നെ തല വെച്ച് കൊടുക്കില്ല. കൊറേ നോ പറയുമ്പോ അവർക്ക് മതിയായിക്കോളും. പിന്നെ എനിക്ക് വേണമെങ്കിൽ വീട്ടുകാരനെ എതിർത്തിട്ട് എന്റെ രീതിക്ക് കല്യാണമൊക്കെ കഴിക്കായിരുന്നു. പക്ഷെ ഇത്രയും കാലം എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ജോലിയൊക്കെ ആക്കി തന്നല്ലേ. എന്തായാലും അവരെന്റെ രീതിക്ക് വരുവോടോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാ. എടോ, ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികളൊക്കെ വീട്ടുകാരെയും പറ്റിച്ചിട്ട് ഓരോ ചെക്കന്മാരുടെ കൂടെ ഇറങ്ങി പോകുന്ന കാലാ. അപ്പൊ തനിക്ക് ഇത്രയും നല്ല ജോലിയും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും വീട്ടുകാരെ വേദനിപ്പിക്കാണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. താനൊരു റയറാണ് കേട്ടോ. ഒരു 1.5 വർഷം കൂടി ഞാൻ അങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ വീട്ടുകാരെന്തായാലും അവസാനം എന്റെ വഴിക്ക് വരും. അപ്പോഴും ഇങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് പെണ്ണായിട്ട് നടക്കുകയാണെങ്കിലേ ഞാൻ അവന്റെ സമ്മതത്തോടുകൂടി ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ശരി, ഹാപ്പി ന്യൂ ഇയർ.